അവിടെ നിന്ന് പോയാൽ ചിലപ്പം നാളെ എനിക്ക് എന്ത് പറ്റുമെന്ന് പറയാൻ പറ്റില്ല. കാശ് വേണം, സ്വത്ത് വേണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ നാളെ എന്തും ചെയ്യാം. ടീനേജ് ആയിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ചോക്ലേറ്റ് ബോയ് ആയിരിക്കണം അങ്ങനെയൊക്കെ നമുക്ക് തോന്നില്ല. ഓരോ പ്രായം കഴിയുമ്പോഴത്തേക്കും നമുക്കത് മാറി മാറി വരും. ഇനിയും ചാൻസസ് തരാന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻസ് വെക്കാറുണ്ടോ അല്ലെങ്കിൽ ചോദിക്കാറുണ്ടോ? ഇപ്പം ചോദിക്കുന്നവരുണ്ട്, ചോദിക്കാത്തവരും ഉണ്ട്. അപ്പം ആദ്യമൊക്കെ അത് കേൾക്കുമ്പോഴത്തേക്കും അയ്യോ എന്നാലും അതെന്താ അങ്ങനെ പറഞ്ഞത് അങ്ങനെ തോന്നുമായിരുന്നു. ഇങ്ങനെ പറയുന്ന കമന്റ്സ് പറയുന്ന ആൾക്കാരോട് എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? ഭയങ്കര ചീപ്പാണ്. ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ട് ഒരാളുടെ വീട്ടിലേക്ക് കയറി വരുവാണ്. കല്യാണം കാണുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ടില്ലാന്ന് തോന്നും, കുട്ടികളില്ലെന്ന് തോന്നും, ഒരു സ്റ്റിൽ ബാച്ചിലർ ആണെന്നൊക്കെ തോന്നും. ഇപ്പം നമ്മൾ അങ്ങനെ പോയാൽ മാത്രമേ നമുക്ക് വർക്ക് കിട്ടൂ അങ്ങനെയൊന്നുമില്ല. നല്ല രീതിയിൽ നമുക്ക് വർക്ക് കിട്ടും. ഹായ് ഹലോ നമസ്കാരം, മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് മൂവി വേൾഡ് മീഡിയ ഭയങ്കര ഒരു സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. സീരിയൽ ലൊക്കേഷനാണ് നമ്മൾ സാധാരണ നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഒരു 300ന്റെ നിറവിൽ നമ്മൾ നിൽക്കുകയാണ്. പാർവതി തീർച്ചയായിട്ടും അതിൽ നല്ലൊരു കഥാപാത്രം ചെയ്യുന്ന നമ്മുടെ താരമുണ്ട്. അത് മാത്രമല്ല കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. സീരിയൽസിൽ ഇപ്പം നിറ സാന്നിധ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മോടൊപ്പം ഉള്ളത്. കല്യാണിയാണ്. വെൽക്കം ചെയ്യാം കല്യാണി. നമസ്കാരം. താങ്ക് യു കല്യാണി. വളരെ സന്തോഷം. കാര്യം എന്ന് വെച്ചാൽ എനിക്കൊന്ന് ലാസ്റ്റ് 2 വർഷം മുമ്പ് നമ്മളൊരു വേദിയിൽ കൂടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കാണാൻ സാധിച്ചു. ഈ സിനിമ സീരിയൽ എങ്ങനെയാണ് സിനിമയിൽ നിന്നും സീരിയലിലേക്ക് കൺവേർട്ടായത്? ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സിനിമ ചെയ്ത് അങ്ങനെ വരുമായിരുന്നു. അപ്പോഴാണ് എല്ലാവരുടെ ലൈഫിലും വന്ന പോലെ ഒരു വില്ലൻ എൻ്റെ ലൈഫിലും വന്നത്. കോവിഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒരു ഗ്രാജുവലി ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് സീരിയൽസ് കൂടുതലായിട്ട് വന്നപ്പോൾ പിന്നെ ഞാൻ സീരിയൽസ് തന്നെ ഞാൻ അങ്ങനെ ഫോക്കസ് ചെയ്ത് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ബാക്ക് ടു ബാക്ക് സീരിയൽസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പോകുന്നു. ഇപ്പം മൂവീസ് വരുമ്പോൾ എനിക്ക് ഡേറ്റ് പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം സീരിയൽസ് മാത്രം നോക്കുന്നു. അല്ല, എന്തെങ്കിലും പ്രോബ്ലം? കാര്യം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് സിനിമയിൽ അഭിനയിക്കുന്നവർക്ക് സിനിമയിൽ ചാൻസസ് വളരെ കുറവാണ് എന്നുള്ളത്. കാര്യം സിനിമയും സീരിയലും തമ്മിൽ വേർതിരിച്ച് കാണുന്ന ആൾക്കാരാണ് ഇൻഡസ്ട്രിയിലുള്ളതെന്ന് കേട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഇപ്പോൾ മുമ്പ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഒരുപാട് പേര് അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സീരിയൽ ചെയ്യുന്നവർ സിനിമ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു ഡിഫറൻസ് ഇപ്പം എനിക്ക് അങ്ങനെ വലുതായിട്ട് തോന്നുന്നില്ല. ഒരുപാട് ഇപ്പോൾ മാറി വരുന്നുണ്ട്. ഇനി പോവാൻ ഒരുപാട് മാറും. അപ്പോൾ ഞാൻ ആദ്യം ചെയ്ത് തുടങ്ങിയത് സീരിയലിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഒരു 19 years ആയി ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്ത് തുടങ്ങിയത് സീരിയൽസ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പോയി ഫിലിമാണ് ചെയ്തത്. പിന്നെ കുറേ നാൾ ഞാൻ ഫിലിം ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇപ്പോൾ സീരിയലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും എനിക്ക് ഓഫേഴ്സ് വരുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നില്ല ആ ഒരു ഡിഫറൻസ് അതിൽ ഒരുപാട് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കല്യാണി, പാർവതിയിലെ കഥാപാത്രം പാർവതി എന്ന് പറയുമ്പം എല്ലാവരും വിചാരിക്കുന്നത് വേറെ ഏതോ ഒരു ചാനലിൽ, സൂര്യ ചാനലിലാണ്. ഞാൻ ഇങ്ങനെ ലൊക്കേഷനിൽ വരുന്നപ്പോൾ എൻ്റെ ചോദിച്ചു. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് റേറ്റിംഗ് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. 6:30 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവരും അത് കാണണമെന്നില്ല. വീട്ടിലെ അമ്മമാരല്ലെങ്കിൽ ജോലിക്ക് പോയിട്ട് വരുന്നവരൊക്കെ കുറേ ലേറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ പാർവതിയുടെ വിശേഷങ്ങളെന്ന് പറയാം. എന്താണ് കഥാപാത്രത്തിൻ്റെ പേര്? എന്താണ് കഥ പോയിക്കൊണ്ടിരിക്കുന്നത് 300ലെ നിറവിൽ? ഇപ്പോൾ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സുശീല എന്നാണ്. ഒരു അമേരിക്കക്കാരിയായ കുറച്ച് ജാടയൊക്കെയുള്ള, കുറേ അഹങ്കാരമൊക്കെയുള്ള, പൊങ്ങച്ചമൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എൻ്റേത്. ഈ ഒരു സീരിയലിലേക്ക് ഞാൻ വരുന്നത് ഒരു 150 എപ്പിസോഡ്സൊക്കെ ഞാൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ വന്ന് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇത്രയും എപ്പിസോഡ്സ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റോറി ലൈനും ആ ഒരു മേക്കിങ്ങും എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇപ്പം നമ്മൾ നോർമലി കാണുന്ന പോലത്തെ ആ ഒരു പാറ്റേൺ, ആ ഒരു കഥയല്ല ഇതിന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കഥ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ആർട്ടിസ്റ്റ് ആയാലും ഇതിൻ്റെ ടെക്നീഷ്യൻസ് ആയാലും എല്ലാവരും ഇത് ശരിക്കും ഒരു ഫാമിലി പോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്ത് പോകുന്നതാണ്. നമുക്കൊരു ഈ ഒരു വർക്കിന് പോകുവാണെന്ന് തോന്നത്തേ ഇല്ല. നമ്മളൊരു കോളേജിലൊക്കെ പോകുന്ന പോലെ വളരെ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി പെട്ടെന്ന് ഒരു ദിവസം എന്നെ ഇങ്ങനെ വിളിച്ചിട്ട്, ഇതിൻ്റെ കൺട്രോളർ ദീപു ചേട്ടൻ എന്നെ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ ഒന്ന് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ശരി ചേട്ടാ വർക്ക് ചെയ്യാം. ഇങ്ങനെ സി കേരളമാണ് എന്ന് പറഞ്ഞു. ഞാൻ ഇതിന് മുന്നേ സി കേരളത്തിൻ്റെ തന്നെ ലാസ്റ്റ് പ്രോജക്റ്റ് നീയും ഞാനുമാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സി കേരളം അതെ സി കേരളം ആണെന്ന് പറഞ്ഞപ്പം എനിക്ക് ഓക്കെ ആണ്, ഞാൻ വരാം. അപ്പോൾ ടൈം ചോദിച്ചപ്പം 6:30 ആണ് എന്ന് പറഞ്ഞു. 6:30 എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ക്രൂഷ്യലായ ഒരു ടൈമാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ വന്നൊന്ന് സെറ്റായി ഒക്കെ ഉള്ളൊരു ടൈമാണ്. അപ്പോൾ എന്നാലും ഓക്കെ. എന്നിട്ടും അത് 300 എപ്പിസോഡ്സ് പോയി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. മലയാളികളുടെ ഒരു ഗുണം എന്ന് പറയുന്നത് നല്ല കഥയുണ്ടെങ്കിൽ ആ സീരിയല് എത്ര ടൈമിലായാലും അവർ കണ്ടിരിക്കും. അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഒരു 500 ഒക്കെ ആകുമ്പോഴത്തേന്റെ റേറ്റിംഗ് 1ലേക്ക് ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉള്ള ഒരു സീരിയൽ തന്നെയാണ്. ഈ കഥാപാത്രം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പം മൊത്തത്തിലുള്ള കഥാപാത്രങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് സുശീല എന്ന് പറയുന്ന ക്യാരക്ടർ ഇതിലെ ഹീറോ ആയിട്ടുള്ള വിശാൽ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ അച്ഛൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ്.
ഭയങ്കര ലവ്വിങ് ആണ് ഈ ഒരു ക്യാരക്ടർ. വിശാൽ, എൻ്റെ ഏട്ടൻ എന്നൊക്കെ പറയുന്ന ക്യാരക്ടേഴ്സിനോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹമുണ്ട്. അവർക്ക് ഒന്നും വരരുത്, അങ്ങനത്തെ ഇതൊക്കെയാണ്. പക്ഷെ പാർവതി എന്ന് പറയുന്ന ക്യാരക്ടറിനോട് അത്ര താല്പര്യമില്ല. കാരണം ഒരുപാട് പൊങ്ങച്ചൊക്കെയുള്ള ഒരാളാണ് സുശീല. അപ്പം പാർവതി എന്ന് പറയുന്നത് വളരെ സാധാരണക്കാരിയായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്, ആ ഒരു ബുദ്ധിമുട്ടാണ് ഈ ഒരു ത്രൂ ഔട്ട് ഈ ഒരു ക്യാരക്ടർ കാണിച്ചു പോകുന്നത്. പാർവതി എന്തൊക്കെ നന്മ ചെയ്താലും ശരി, സുശീലയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പം എന്ത് കാര്യം പാർവതി ചെയ്താലും അതിനകത്ത് ഇതെന്താ അങ്ങനെ എന്നുള്ള രീതിയിൽ ഒരു കുറ്റം അതെന്തായാലും എല്ലാം ഉള്ളൊരു ക്യാരക്ടറാണ്. എന്ത് നല്ലത് ചെയ്തിരുന്നാലും അതിനകത്തൊരു കുറ്റം കണ്ടുപിടിക്കും, ഇല്ലെങ്കിലും കണ്ടുപിടിക്കും. അതായത് ഇപ്പൊ നമ്മളൊരു പാചകം ചെയ്യുമ്പോൾ ആ പാചകക്കാരനെ കുറ്റപ്പെടുത്തണമെങ്കിൽ ഉപ്പ് കൂടി അല്ലെങ്കിൽ അത് കൂടി ഇത് കൂടി എന്ന് പറയും, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒന്ന് കുളമാക്കാൻ നോക്കും. അപ്പം എനിക്ക് കൂടുതലായിട്ടും കോമ്പിനേഷൻ സീൻസ് വരുന്നത് ജാസ്മിൻ്റെ കൂടെയൊക്കെയാണ്. അപ്പം ജാസ്മിൻ, എനിക്ക് എപ്പോഴും ജാസ്മിൻ വിശാലിനെ കല്യാണം കഴിക്കണം ഇങ്ങനെയൊക്കെയാണ്. ജാസ്മിൻ വളരെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്, നല്ല ഫാമിലിയാണ്. അപ്പോൾ അതുകൊണ്ട് ജാസ്മിൻ എനിക്ക് വീട്ടിലേക്ക് വരണം എന്നുള്ളത് തന്നെയാണ്. അപ്പം ഞാനും ജാസ്മിനും കൂടിയാണ് എപ്പോഴും പാർവതിക്കിട്ട് ഓരോ പണി കൊടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കല്യാണം കഴിച്ചത് വേറെ പിരിച്ചിട്ട് ഈ ജാസ്മിനെ കൊണ്ടുവരാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഒരു കല്യാണത്തിന്റെ ഒരു മൂഡിലാണ് ഇരിക്കുന്നത്. അതൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഈ ജാട, അഹങ്കാരം എന്നൊക്കെ ഇപ്പൊ പറഞ്ഞപ്പോഴേ അങ്ങനെ ജീവിതത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കല്യാണെ കണ്ടു കഴിഞ്ഞാൽ? പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, ജാടയാണെന്ന് പറയാറുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പോഴാണെന്നറിയാമോ, ഞാൻ കല്യാണെ ആദ്യം ഇൻവൈറ്റ് ചെയ്തപ്പോൾ സ്റ്റേജിൽ ഇൻവൈറ്റ് ചെയ്തപ്പം കല്യാണെ ആ സൈഡിൽ ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ കളിയാക്കിയാണ്, എന്നെ അറിയത്തില്ല. പിന്നെ ഞാൻ പപ്പച്ചേട്ടനോട് ചോദിച്ചു, ഭയങ്കര ജാടയുള്ള ടീമല്ലേ, അതിന് തോന്നുന്ന ആള് പാവുക, ആള് മാറി നിൽക്കുന്ന അടുക്കുമ്പോ അറിയാന്ന് പറഞ്ഞു. അങ്ങനെ വിഷമം തട്ടിയിട്ടുണ്ടോ അങ്ങനെ ജാട എന്നൊക്കെ പറഞ്ഞിട്ട്? അല്ല, അതിപ്പോ ശീലമായി, അങ്ങനെ കേട്ട് ശീലമായി. ആദ്യമൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അയ്യോ അതെന്താ അങ്ങനെ പറയുന്നതെന്നും ആദ്യമൊക്കെ തോന്നുമായിരുന്നു. പിന്നെ മനസ്സിലായി, ഓക്കെ അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്, എന്നെ അറിയാവുന്നവരാരും അത് പറയില്ല എന്ന് മനസ്സിലായി. പിന്നെ അത് തോന്നാറില്ല. ആദ്യം ജാടയാണെന്ന് കേൾക്കുമ്പോഴത്തേക്കും അങ്ങനെ പോട്ടെ അല്ലേ. അതെ, അത് കഴിഞ്ഞ് ഒന്ന് പരിചയപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും അതങ്ങ് മാറും. അതെ, അല്ല ഇതിപ്പം എനിക്ക് സംസാരിച്ചപ്പോൾ എൻ്റെ ആ ഒരു ഉള്ളിലുള്ള ഒരു വിഷമം മാറി, സംസാരിച്ചപ്പോൾ എനിക്ക് മാറി. പക്ഷെ എനിക്കൊന്ന് ഉഗ്രനായിട്ട് ഏതാണ്ട് ഒരു 3-4 ഡാൻസ് അന്ന് ഗ്രൂപ്പ് ഡാൻസ് അന്ന് ഞാൻ 2 ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ 6-7 ഡാൻസ് ആ ടീമിനോട് കളിച്ചതിനകത്ത്. അപ്പോൾ ഇപ്പോൾ ഡാൻസ് പ്രാക്ടീസ് ഉണ്ടോ, ഷോസ് ചെയ്യുന്നുണ്ടോ? ഞാൻ അത് കഴിഞ്ഞും ഞാൻ അവരുടെ കൂടെ തന്നെ ഞാൻ ഷോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വർഷം ഞങ്ങൾ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നല്ല ഷോ അത് വരാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എല്ലാം കയറി ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ട് നല്ലത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പഠിച്ചിട്ടുണ്ട്. എല്ലാം ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഞാൻ റിയാറ്റയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറെ വലുതായപ്പോഴത്തേക്കും പിന്നെ ഇപ്പം എല്ലാം ചെയ്യും, ഫ്രീ സ്റ്റൈലാണ്. എല്ലാം വേണമല്ലോ നമുക്ക്, എല്ലാം തീർച്ചയായിട്ടും വേണം. ഇപ്പം എല്ലാവർക്കും അറിയേണ്ട ഒരു ആകാംക്ഷയുണ്ട്. അതിപ്പം കല്യാണം കാണുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ടില്ലാന്ന് തോന്നും, കുട്ടികളില്ലെന്ന് തോന്നും, ഒരു സ്റ്റിൽ ബാച്ചലർ ആണെന്നൊക്കെ തോന്നും, ഐ ഫീൽ. പക്ഷെ വിവാഹിതയാണോ? അല്ല. എല്ലാവർക്കും ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം നോക്കുന്നുണ്ടോ? നോക്കുന്നുണ്ട്. ഇപ്പം പഠിച്ചതൊക്കെ എവിടെയാണ്? ഞാൻ എല്ലാം ട്രിവാൻഡ്രത്താണ്. ഞാൻ ഡിഗ്രി BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു, ഓൾ സയൻസിലാണ്. അതൊക്കെ കഴിഞ്ഞ് അതെല്ലാം ഞാൻ ഈ ആക്ടിങ്ങിൻ്റെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുൾ ടൈം ആക്ടിങ് തന്നെയാണ് ചൂസ് ചെയ്തത്. അപ്പോൾ അതങ്ങനെ ഷോസ്, ആക്ടിങ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. സോഷ്യൽ മീഡിയയിൽ എങ്ങനെ കൂടുതലായിട്ട് ഇൻവോൾവ് ആണോ അതോ? അങ്ങനെ ഭയങ്കര ഇൻവോൾവ്മെന്റ് അങ്ങനെ പറയാൻ പറ്റില്ല. ഭയങ്കര ആക്റ്റീവും അല്ല, എന്നാൽ ആക്റ്റീവ് അല്ലാതെയും അല്ല, ഒരു മീഡിയം അങ്ങനെ. അല്ല, സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സംസാര വിഷയമായിക്കൊണ്ട് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു നവവധുവിനെ വീട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് ക്രൂരമായിട്ട് മർദ്ദിച്ചു എന്നുള്ളത്. അതായത് ഈ ഡൗറിയുടെ കേസും പറഞ്ഞിട്ട്. അപ്പം അതിനെതിരെ, ഡൗറി എന്നുള്ളത് അതിനെതിരാണോ, അല്ലെങ്കിൽ ആ സംഭവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ എന്താണ്? അഗെയിൻസ്റ്റ് ആണ്. കാരണം ഞാൻ ആ ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ കേട്ടായിരുന്നു. ഭയങ്കര ചീപ്പാണ്. ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ട് ഒരാളുടെ വീട്ടിലേക്ക് കയറി വരുവാണ്. എന്നിട്ട് അവിടെ വന്നിട്ട് എനിക്ക് കിട്ടിയത് പോരാ, എനിക്ക് ഇനിയും കിട്ടണം എന്നൊക്കെ പറയുന്നത് ഒരുമാതിരി എന്താണ്, എത്ര കിട്ടിയാലും ആർത്തി മാറാത്ത കുറെ ആൾക്കാരുണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ദയവ് ചെയ്ത് കല്യാണം കഴിക്കാൻ പോകരുത്. കിട്ടാൻ വേണ്ടി കുറെ മർദ്ദനങ്ങൾ ആ കുട്ടി ഏറ്റു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അത് കണ്ടായിരുന്നു, ഏതെങ്കിലും ന്യൂസ് കണ്ടായിരുന്നു? അപ്പം വിഷമം തോന്നിയ കാര്യം കുറേ അധികം തലയിലൊക്കെ ഇടിച്ചതായിട്ടാണ് പറഞ്ഞത്. അപ്പം കല്യാണി, അങ്ങനെയൊക്കെ മാനസികാവസ്ഥയുള്ള ആൾക്കാർ എന്ത് പറയാനാണ്? ഞാൻ ഒരു ഉദാഹരണം ചോദിക്കട്ടെ. ഇപ്പൊ കല്യാണി ഇപ്പം വിവാഹം കഴിക്കാൻ പോവാണ്. അപ്പൊ വരുന്ന ആള് ഡൗറി ഒന്നും ആദ്യം വേണ്ടാന്ന് പറയുന്നു. പക്ഷെ ചെന്ന് കയറുന്ന വീട്ടിൽ അങ്ങനെ അതിനെക്കുറിച്ച് ചർച്ച ഉണ്ടാകുന്നു.
ഒരു കലാകാരിയാണ്, ഡൗറിയിൽ കൂടുതൽ എതിർത്തിക്കുന്ന ഒരാളാണ്, എങ്ങനെ പ്രതികരിക്കും? ഉറപ്പായിട്ടും ഞാനത് സഹിച്ച് അവിടെ നിൽക്കില്ല. കാരണം എനിക്ക് എൻ്റെ ലൈഫ് എനിക്ക് നോക്കണം. അവിടെ നിന്ന് പോയാൽ ചിലപ്പം നാളെ എനിക്ക് എന്ത് പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഇപ്പം ഒരുപാട് പൈസ, ഒരുപാട് കാശ് വേണം, സ്വത്ത് വേണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ നാളെ എന്തും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു പാർട്ട്ണറെ എനിക്ക് ആവശ്യമില്ല എന്ന് തന്നെ ഞാൻ വെക്കും. അപ്പോൾ എങ്ങനെയുള്ള പാർട്ട്ണറാണ് കൂടുതൽ? കാര്യം ക്വാളിഫൈഡ് ആണോ, അല്ലെങ്കിൽ നല്ല ജോലി വേണോ, സൗന്ദര്യം വേണോ, അങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ നിങ്ങൾക്കുള്ള പ്രായം ഇപ്പം എനിക്കൊന്ന് കല്യാണിക്ക് ഒരു 25-26 ഏജ് കാണും, എൻ്റെ പ്രോസ്പെക്റ്റിൽ പറയാണ്. അത് കൂടുതലുണ്ടോ കുറവുണ്ടോ അറിയില്ല, എങ്കിൽ പോലും ചിന്ത എങ്ങനെയുള്ള ഒരാളെ വേണമെന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഓരോ കാലഘട്ടത്തിൽ ഓരോന്ന് തോന്നും. അതായത് നമ്മൾ വളരെ ടീനേജ് ആയിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ചോക്ലേറ്റ് ബോയ് ആയിരിക്കണം അങ്ങനെയൊക്കെ നമുക്ക് തോന്നില്ല. ഓരോ പ്രായം കഴിയുമ്പോഴത്തേക്കും നമുക്കത് മാറി മാറി വരും. ഇപ്പോഴത്തെ എൻ്റെ ഒരു ഏത് പ്രായത്തിലെത്തിയിരിക്കുന്നത്? ഇപ്പോഴത്തെ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ കരിയർ അതെനിക്ക് കല്യാണം കഴിഞ്ഞാലും എനിക്കത് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്ന് എനിക്കുണ്ട്. അപ്പോൾ എനിക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് എനിക്ക് പറ്റണം, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായാലും. അപ്പോൾ എന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം. പിന്നെ ഓഫ് കോഴ്സ് കെയറിങ് ആയിരിക്കണം, ലവിങ് ആയിരിക്കണം. അതൊക്കെ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ്. മെയിൻലി നിങ്ങളെ ഈ ഒരു മേഖലയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മേഖലയാണ്, സപ്പോർട്ടിങ് കുറവുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ ടൈമിംഗ് എന്നൊക്കെ പറയുന്നത് രാവിലെ ഞങ്ങൾ ഒരു 6:30 തൊട്ട് നൈറ്റ് 9:30 വരെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ ഒരു ഫാമിലിയിൽ മാത്രമേ, അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യം ആലോചിക്കാൻ പറ്റൂ. എല്ലാവർക്കും ആ ഒരു മനസ്സുണ്ടാവണം എന്നില്ല. അപ്പോൾ ഉറപ്പായിട്ടും എൻ്റെ കരിയറും ആ ഒരു ഇതും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം എന്ന് എനിക്കുണ്ട്. പിന്നെ അങ്ങനെ അങ്ങനെ ഭയങ്കര വലിയ ജോലി ആയിരിക്കണം അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമുക്ക് നല്ല രീതിയിൽ ജീവിച്ച് പോകാൻ പറ്റണം, അങ്ങനെയൊക്കെ എനിക്കുള്ളൂ. അങ്ങനെ ഭയങ്കര ഇപ്പം ഭയങ്കര അങ്ങനെ ഒരു ഡ്രീമോ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഈ വരുന്ന കോൺട്രവേഴ്സീസ് ഒക്കെ എങ്ങനെ കൈകാര്യം ചെയ്യും? കാര്യം ഇപ്പോൾ എനിക്ക് കല്യാണിയുടെ ഒരു ഫോട്ടോ ഇപ്പോഴല്ല, ഒരു 6-7 മാസം മുൻപ് ഞാൻ വരുന്നതിന് മുമ്പ് ഞാൻ എല്ലായിടത്തും നോക്കിയായിരുന്നു. അപ്പം ഏത് ചാനൽസാണെന്ന് എനിക്കറിയില്ല, പക്ഷേ അതിനകത്ത് കോൺട്രവേഴ്സീസ് ആയിട്ടുള്ള കുറേ കല്യാണിയെ കുറിച്ചിട്ട് ഇങ്ങനെ ഫോട്ടോസ്, മോഡൽ ഫോട്ടോസ്, അതായത് കുറേ ജീൻസും അല്ലെങ്കിൽ കുറേ വെസ്റ്റേൺ മോഡൽസ് ഫോട്ടോസൊക്കെ ഇട്ടിട്ടുള്ളൊരു കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ കമൻസ് വന്നു, ഇവളെന്താണ് ഇങ്ങനെ, ഇവള് ഭയങ്കര പുണ്യാളത്തിയാണല്ലോ ചമഞ്ഞ് നടക്കുന്നത്, അങ്ങനെ ഇപ്പം ഇങ്ങനെയുള്ള ഫോട്ടോസിനൊക്കെ പോസ്റ്റ് ചെയ്യുമെന്നൊക്കെ ഉള്ളൊരു കമൻസ് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ഞാൻ അത് എടുത്തു കൊണ്ടുവരാൻ മറന്നുപോയി. ഇന്നലെയാണ് ഞാനത് കണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുക? കാര്യം അതങ്ങനെ കണ്ടിരുന്നോ കണ്ണിൽ അങ്ങനെ ഫോട്ടോസൊക്കെ വന്നത്? പക്ഷെ അങ്ങനെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നോ? ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ അത് താങ്കൾ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഈ പറയുന്ന പോസ്റ്റ് ഞാനത് കണ്ടിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കോൺട്രവേഴ്സിയുടെ ഒന്നും പറയാനില്ല. കാരണം അത് നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് ലൈഫിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്. അപ്പം നമ്മൾ എല്ലാവർക്കും ഇങ്ങനെയുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാവാം, ഇഷ്ടം പോലെ ഉണ്ടാവാം. അപ്പം ആദ്യമൊക്കെ അത് കേൾക്കുമ്പോഴത്തേക്കും അയ്യോ എന്നാലും അതെന്താ അങ്ങനെ പറഞ്ഞത് അങ്ങനെ തോന്നുമായിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്കും ആരോ എവിടെയോ ഇരുന്ന് എന്തോ പറയുന്നു. പിന്നെ അതിനൊക്കെ നമ്മൾ എന്തിനാണ്, നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കാൻ നിന്നാൽ ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുമായിരിക്കും. അങ്ങനെ നമുക്ക് ഹേർട്ടാവുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പറയുമായിരിക്കും. നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാണ്, നമുക്ക് നമ്മുടെ ലൈഫിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ കാര്യങ്ങളുണ്ട് നമുക്ക് നോക്കാനായിട്ട്. അപ്പം അത് നോക്കി നമുക്ക് ഇരുന്നാൽ പോരെ എന്നുള്ളതായി. സാരി ഉടുക്കുന്നവർ എപ്പോഴും സാരി തന്നെ ഉടുക്കണമെന്നില്ലല്ലോ. അതെ, നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ഡ്രസ്സസ് നമുക്ക് യൂസ് ചെയ്യാനുള്ള പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം അധികാരമുള്ളൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുന്ന കമൻസ് പറയുന്ന ആൾക്കാരോട് എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? എല്ലാവരും അവരവരുടെ കാര്യം നോക്കി ജീവിക്കുക. എനിക്കൊന്ന് ഈ കമൻസ് ഇടാൻ വേണ്ടി മാത്രം കുറെ ആൾക്കാർ ഇങ്ങനെ ഇരിപ്പുണ്ടെന്ന് ആയിരിക്കാം. ഇതെന്ന് തുറന്നു വെച്ച് ഒരു പണി ഇല്ലാത്തവരാണ് ഇത് നോക്കി ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഇത് നോക്കി 24 മണിക്കൂർ നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല. ഇപ്പൊ ഈ കല്യാണത്തിനോടനുബന്ധിച്ച് എന്താണ് നാത്തൂനാണോ? അല്ലല്ലോ. അല്ലല്ല, ആന്റിയാണ്. ആന്റിയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ഗിഫ്റ്റ് കൊടുത്തു? ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ ജാസ്മിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ ജാസ്മിന് അതിന് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങൾ അതെ ഇങ്ങ് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു കാര്യങ്ങൾ മാത്രം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. പാർവതി എന്ത് ചെയ്താലും ഞാൻ അതിന് കുറ്റം പറയുന്നുണ്ട്. അതുകൊണ്ട് പാർവതി എനിക്ക് ഇഷ്ടമേ അല്ല. പാർവതി എന്ത് ചെയ്താലും ഞാൻ അതിന് ഇനിയും കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും, നന്നാവുന്നത് വരെ. ഞാൻ നന്നാവുന്നത് വരെ. ചേഞ്ച് ആയ പാർവതി എങ്ങനെയുണ്ട്? കാരണം നേരത്തെ വേറെ പാർവതിയായിരുന്നു, ഇപ്പോൾ പുതിയ ആളാണ് വന്നിരിക്കുന്നത്. ലക്ഷ്മിയെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ്? ഏതൊരു ആർട്ടിസ്റ്റിനെയും പോലെ തന്നെ നമുക്ക് ഒരു പേടി ഉണ്ടാവും. അത് നമുക്ക് ഒരു ലീഡ് റോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് മാറി വേറൊരു ആർട്ടിസ്റ്റ് വരുമ്പോൾ എങ്ങനെ ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് ഒരു പേടി ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു പേടി നമുക്ക് എല്ലാവർക്കും ആ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് അത് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അത്യാവശ്യം ഇതിനകത്ത് എനിക്ക് കൂടുതലായിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ എനിക്ക് വന്നിട്ട് അപ്പോൾ അത് കൂടുതലായിട്ട് അതിൽ എക്സ്പ്ലോർ ചെയ്യണം എന്ന് എനിക്കുണ്ട്.
അപ്പോൾ അത് ആ ഒരു 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 ഹാഫ് വേയിൽ എനിക്കത് നിന്ന് പോകണം എന്ന് എനിക്കില്ല. എനിക്ക് ഇത് ടു ദ എൻഡ് എനിക്കത് പോകണം എന്ന് എനിക്കുണ്ട്. അപ്പോൾ അതെ, എനിക്കത് പോകണം. അപ്പോൾ അതിനിടയിൽ ഈ ഒരു ആർട്ടിസ്റ്റ് ചേഞ്ച് ആയപ്പോഴത്തേക്കും ഒരു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് വ്യൂസ് വരുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും ഒരു സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഭാഗമാകുമ്പോൾ അത് ഞാൻ എടുക്കുന്ന ഇൻ്റർവ്യൂവും കുറച്ചുകൂടെ ആൾക്കാർ കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം വേറെയാണ്. അതുപോലെ ആയിരിക്കും താങ്കൾക്കും. നമുക്ക് വ്യൂസ് കൂടുമ്പോൾ അത് അംഗീകരിച്ചു, ആൾക്കാർ സ്വീകരിച്ചു എന്നുള്ളതല്ലേ. കാര്യം ഞാനിവിടെ വന്നപ്പോൾ ആദ്യം കല്യാണ സെറ്റപ്പാണെന്ന് പറഞ്ഞാൽ അകത്ത് കയറിയപ്പോൾ ഞാൻ അനുചേട്ടനോട് പറയുണ്ടായി, അനുചേട്ടാ ഇത് നമുക്ക് കുറേ എടുക്കേണ്ടി വരും, കാര്യം ഇത് നമുക്ക് കുറേ വ്യൂസ് ഉണ്ടാക്കുന്നൊരു ഇൻ്റർവ്യൂ ആയി മാറട്ടെ എന്ന് ഞാൻ പറഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ പാർവതി മുന്നോട്ട് വരണം, അതുപോലെ തന്നെ അത് ടോപ്പിലെത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ 2 ക്വസ്റ്റ്യനോട് ചോദിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വേറെ ഒന്നുമല്ല, തിരക്കുണ്ടെന്നറിയാം. ഈ കോള് വരുമ്പോൾ, വേറെ ചാൻസസ് വരുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് നെഗറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ടോ? മീൻസ് നമുക്കിപ്പോൾ ഇങ്ങനൊരു ചാൻസ്, ഇങ്ങനൊരു റോളുണ്ട്. സാധാരണ എല്ലാവരോടും ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്, എല്ലാവരും ജെന്യൂനായിട്ട് ആൻസർ പറഞ്ഞിട്ടില്ല. പക്ഷേ കല്യാണിക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കോൾ ചെയ്യുമ്പോഴത്തേക്കിന് പേയ്മെൻറ്റ് മാത്രമല്ല അവർ നിങ്ങൾക്ക് വയ്ക്കുന്ന ഓപ്ഷൻ, നിങ്ങൾക്ക് ഇനിയും ചാൻസസ് തരാമെന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻസ് വെക്കാറുണ്ടോ അല്ലെങ്കിൽ ചോദിക്കാറുണ്ടോ? അങ്ങനെ ഇപ്പം ചോദിക്കുന്നവരുണ്ട്, ചോദിക്കാത്തവരുണ്ട്. അപ്പോൾ ചോദിക്കുന്നവർ ചിലപ്പം അത്രയും ഫ്രോഡായിട്ടുള്ള ടീമായിരിക്കാം. അപ്പം നമ്മൾ ചൂസ് ചെയ്യുന്ന വർക്ക് നമ്മൾ അതനുസരിച്ച് ചൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ അങ്ങനെ പോയാൽ മാത്രമേ നമുക്ക് വർക്ക് കിട്ടൂ അങ്ങനെയൊന്നുമില്ല. നല്ല രീതിയിൽ നമുക്ക് വർക്ക് കിട്ടും. തീർച്ചയായിട്ടും. കല്യാണിക്കാൻ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും? അങ്ങനെ ചോദിക്കുന്നവർ, അങ്ങനെ നല്ല റോള് വന്നിട്ട് അത് കാരണം കളഞ്ഞ ഏതെങ്കിലും കഥാപാത്രം വന്നിട്ട് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ അത് ആ ഒരു ലെവല് വേറെ നിൽക്കുന്ന സീരിയൽ വല്ലതും ആണോ? അല്ല, സീരിയൽ ഇൻഡസ്ട്രിയിൽ അങ്ങനത്തെ ഒരു ഇതും എനിക്ക് തോന്നിയിട്ടില്ല. അതെ, സിനിമയിൽ. ആ സിനിമ ഹിറ്റായോ അതോ? സിനിമ ആ പടം ഇറങ്ങിയോ? ഹിറ്റായിട്ടുണ്ട്. അത് ഇറങ്ങിയായിരുന്നു. അത് നായികയായിട്ടാണോ വന്നത്? ഇത്രയും ഞാൻ ഒരു പോലീസിനോട് ചോദ്യം ചോദിച്ചല്ല. കാര്യം നിങ്ങളെപ്പോൾ ആൾക്കാർ തുറന്നു പറയുമ്പോൾ എല്ലാവരും തുറന്നു പറച്ചിലെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ അറിയാമല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെ തുറന്നു പറച്ചിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും കഥാപാത്രം നന്നാവട്ടെ. ആ കുശുമ്പും കുന്നായ്മയും കുസൃതിയൊക്കെ ഉള്ളൊരു കഥാപാത്രം ഒരു 1000 എപ്പിസോഡ് പോട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എല്ലാവരും, അതായത് ഈ ഒരു ഇന്റർവ്യൂ കാണുന്ന ആൾക്കാർ എല്ലാവരും പാർവതി സീരിയൽ ഡെയിലി 6:30-ക്കാണ്, അതായത് സൺഡേയും നമ്മുടെ ടെലികാസ്റ്റ് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും 6:30-ക്കാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഈ സീരിയൽ കാണുക, ഞങ്ങളുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യുക. ഒരു നല്ലൊരു സ്റ്റോറിയാണ്. അപ്പോൾ അത് ഒരു വ്യൂസ് ഇല്ലാത്തതിൻ്റെ പേരിൽ അത് നിന്ന് പോകരുത് എന്ന് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഈ 2024 ആകുമ്പോഴത്തേക്കിനും തീരുമ്പോഴത്തേക്കിനും ഒരു 1000 രൂപ ചാൻസ് ഉണ്ട്. കാരണം ഇനിയും മാസങ്ങൾ കിടക്കുകയാണ്. ആവട്ടെ, നല്ലൊരു ഭാഗമാവട്ടെ. ഈ പറഞ്ഞ പോലെ റേറ്റിംഗിൽ മേളിലെത്തട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ സിനിമയും ചെയ്യാൻ കഴിയട്ടെ ആത്മാർത്ഥമായി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.